അങ്ങനെ ഫാങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നേരെ ഇവളെ വീട്ടിലേക്ക് വരുമ്പോ ഹോമിങ് ആണെങ്കിൽ ആ ഹണി നീ വന്നോ, ദേ ഞാൻ നിനക്ക് വേണ്ടി ഡിന്നർ റെഡിയാക്കി വെച്ചേക്കാണ് എന്ന് പറഞ്ഞ് ഇവനൊന്നും അറിയാതെ ഇവളെ വിളിക്കുമ്പോൾ ഷൂയാൻ ഇവനോട് ഇന്ന് ഹോസ്റ്റനെപ്പിക്കാനായിട്ട് ഫാങ് എത്തിയിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞത് ഹോച്ചൻ നിങ്ങളുടെ മകനാണ് എന്നാണ്. അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അവിടെ സ്റ്റോപ്പായിട്ട് ഇവനും നോ പറയുന്നില്ല. അതെ, സത്യം തന്നെയാണ്, അവൻ എന്റെ മകൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവളുടെ ഷോക്കായി. നിങ്ങള് ഇത് എന്റെ അടുത്തൊന്ന് മറച്ചു വെച്ച് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ആ ഒരു കാര്യം ബാധിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ എന്നോട് എപ്പോഴാ ആ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്നോടത് പറയാനേ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതും എന്റെ കാര്യത്തിൽ അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ആത്മാർത്ഥമായിട്ടായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ നിങ്ങൾക്കുള്ള ഒരു ടൂള് മാത്രമായിരുന്നു. നിങ്ങൾ എന്നെ യൂസ് ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിട്ടുള്ളത്. എന്തിനാ നിങ്ങൾ എന്നോട് ഇത്രയും കള്ളങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഹാമിങ് ഒന്നും മിണ്ടാതെ നേരെ പോയി ലോക്കർ തുറന്ന് എന്തൊക്കെയോ ഫയൽ എടുത്തുകൊണ്ട് വന്ന് ഇവളെ കാണിക്കുന്നു. അതായത് ഇവളുടെ ഫാമിലി ഫുൾ ഡീറ്റെയിൽസ്, ഇവളുടെ യഥാർത്ഥ പാരന്റ്സ് ആരാണ്, സിസ്റ്റർ ആരാണ്, അതുപോലെ തന്നെ ഷെന്നുമായിട്ടുള്ള ബന്ധം, ഷാവോയായിട്ടുള്ള ബന്ധം, എല്ലാ കാര്യങ്ങളും ഇവ മുന്നേ തന്നെ കണ്ടുപിടിച്ചതാണ്. ഒരൊറ്റ കാര്യമില്ലാതെ എല്ലാ കാര്യങ്ങളും ഹോമിങ്ങിന് ഇതിനു മുന്നേ അറിയാമായിരുന്നു. ഇവളുടെ രഹസ്യങ്ങള് അതൊക്കെ തന്നെ ഇവൻ ഇവൾക്ക് മുന്നിൽ എടുത്തു കാണിച്ചിട്ട്, അപ്പോ നീ എന്നോട് പറഞ്ഞതൊക്കെയോ, നീ എന്നെയാണോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അതിന് നിനക്ക് ഒരവകാശമില്ല എന്ന് പറയുമ്പോ ഇവൾക്ക് ഒന്നും പറയാനാവുന്നില്ല. ഇവളും ഇപ്പോഴാണല്ലോ അറിയുന്നത് ഈ സത്യങ്ങളൊക്കെ ഹോമിങ്ങിന് അറിയാമായിരുന്നു എന്ന കാര്യം. സോ ഹാമിങ് ഇവളോട്, ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടതാണ്. നിനക്കൊരു പ്രത്യേക ക്യാരക്ടർ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് എന്റെ അമ്മ വളരെ ടഫായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു പെൺകുട്ടികൾക്കും അവരുടെ മുന്നിൽ വിജയിക്കാനായിട്ടില്ല. പക്ഷെ നിനക്കതിന് സാധിച്ചു. നീ അത്രയും സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഒരു വ്യക്തിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരിക്കലും അവര് നാളെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, എന്റെ മകനെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് നിന്നെ കണ്ടപ്പോ അങ്ങനെ തോന്നിയില്ല. നിനക്ക് ദേഷ്യമില്ല, വാശിയില്ല, ആരെന്ത് പറഞ്ഞാലും നീ അത് ക്ഷമയോടുകൂടി കേട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ നിന്റെ ആഗ്രഹം ആദ്യം മുതലേ തന്നെ നിനക്കൊരു ഹോസ്റ്റ് ആവണം, ന്യൂസ് ആങ്കർ ആവണം എന്നൊക്കെ ആയിരുന്നു ലക്ഷ്യങ്ങള്. അത് ശരിക്കും എനിക്കും എന്റെ കരിയറിനുമാണ് ഗുണം ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞത്. ഞാൻ നിന്നെ വൈഫായിട്ട് സെലക്ട് ചെയ്തതും. അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ നിനക്ക് എന്തിന്റെ കുറവാ വരുത്തിയത്? ഞാൻ നിന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? നിന്റെ സിസ്റ്ററിന്റെ എക്സ് ടോർച്ചർ ചെയ്തപ്പോ ഞാൻ അവനെ അവന്റെ ഓഫീസ് വഴി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ തിരിച്ചയച്ചതാണ്. പിന്നെ നിന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയ ഷാവോയെ നിന്റെ അടുത്ത് വന്ന് നിന്നെ നശിപ്പിക്കാത്ത രീതിയിൽ ഞാൻ ഒഴിവാക്കി തന്നു. നിന്റെ ഹസ്ബൻഡ് എന്ന രീതിയിൽ ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരു ലൈഫ് തന്നു. നിന്റെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തു. നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ എന്നെ ചൂസ് ചെയ്തത് എന്റെ കയ്യിലുള്ള പൈസ കണ്ടിട്ട് തന്നെയല്ലേ? തീർച്ചയായും നീ എന്നെ ഇഷ്ടപ്പെട്ടതും എന്റെ കയ്യിലുള്ള പൈസയും ഫാമിലിയും നിലയും വിലയും എല്ലാം കണ്ടിട്ട് കൂടി തന്നെയാ. നീയും എന്നെ യൂസ് ചെയ്യല്ല ചെയ്തത്, അതുപോലെ ഞാനും നിന്നെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഇവൾ അത് കേട്ട് ഫുള്ള് തകർന്നു പോവാണ്. അതുകൊണ്ട് തന്നെ ഇവനോട്, നിങ്ങളപ്പോ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ? ശരി, ഞാൻ ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹാമിങ്, നീ ഒരു ഫ്രോഡാണ് എന്ന് ഞാൻ കണ്ടെത്തിയ നിമിഷം മുതല് പിന്നീട് ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഇവൾക്ക് എന്ത് പറയണോന്ന് അറിയില്ല. ഹോമിങ്ങും ഇവളോട്, ഞാൻ നിന്നോട് കള്ളങ്ങൾ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ലാന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം എന്താണ് വേണ്ടതെന്ന് വെച്ചാല് അത് അവരവരെടുത്തോട്ടെ എന്നൊക്കെ പറയുമ്പോ ഇവള്, ഞാൻ നിങ്ങളെ നല്ലതുപോലെയാണ് നോക്കിയത്, നിങ്ങളുടെ പാരന്റ്സിനെ നല്ലതുപോലെയാണ് നോക്കിയത്, ഹോച്ചനെ നല്ലതുപോലെയാണ് നോക്കിയത്. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരുന്നത്, എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് തരുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ അവിടെയും എനിക്കൊരു ബോണസ് തരികയായിരുന്നു, നല്ലതുപോലെ ഇനിയും പണിയെടുക്കാൻ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഹാമിങ്ങും നോ പറയുന്നില്ല. അതെ എന്ന് പറഞ്ഞിട്ട് ഇവളോട് എന്താന്ന് വെച്ചാൽ പോയി കാണിക്കാൻ പറഞ്ഞിട്ട് ഒരു മൈൻഡും അല്ലാതെ അവിടെ നിന്ന് പോവാണ്. ഷോയാനും അതൊക്കെ കേട്ടിട്ട് പിന്നെ അവിടെ നിൽക്കുന്നില്ല. അവളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇവള് അവനുമായിട്ട് കണക്ട് ആയത് തന്നെ ഇവളെ അവൻ ഒരുപാട് കെയർ ചെയ്യുന്നത് കൊണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊക്കെ ഇവളെ കറക്റ്റ് ചെയ്യാനുള്ള അവന്റെ വഴികളായിരുന്നു എന്ന് മനസ്സിലാക്കി ഇവളെ ഫുള്ള് തകർന്നു പോവാണ്. സോ അതൊക്കെ ആലോചിച്ച് അവള് കുറെ നടന്നു വരുമ്പോഴേക്കും ഇവളുടെ മുന്നിൽ ഹോമിങ് വന്നിട്ട്, നീ എന്ത് തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവള്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിവോഴ്സ് തന്നേക്കാം, ഞാൻ റെഡിയാണ് എന്ന് പറയുമ്പോ ഹോമിങ്, ന്യൂ ഡിസ്ട്രിക്ട് പ്രോജക്ട് ഇപ്പൊ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. ഞാൻ ഡിവോഴ്സ് എന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് എന്റെ കരിയറിനെയും ഫാമിലിയെയും ടോട്ടലി ബാധിക്കും. ഞാൻ ഫ്യൂച്ചറിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും നിന്റെ പ്രസൻസും ആവശ്യമാണ്. ന്യൂ ഡിസ്ട്രിക്ട് പ്രോജക്ട് ഉടനെ തന്നെ ലോഞ്ച് ഉണ്ടാവും. ആ ഫംഗ്ഷനിലേക്ക് നീ എന്തായാലും എന്റെ വൈഫായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അത് നീ അറ്റൻഡ് ചെയ്യണം. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങള് മറ്റാരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോ ഇവള്, ഞാനിതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോ ഇവൻ, നീ ഇപ്പോ ന്യൂസ് ആങ്കർ പൊസിഷനിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കരിയർ, നീ ചെയ്യുന്ന ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ നിനക്ക് പിന്നീട് ഒരിക്കലും ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവളുടെ കൂടെ ഇല്ലാതെ ഇവൾക്ക് മുന്നിൽ ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് പറയാതെ പറഞ്ഞു കൊടുത്തിട്ട് ഹോമിങ് അവിടെ നിന്ന് പോവുകയാണ്. സോ ഇവളും ഇത്രയും നാളും താൻ സ്നേഹിച്ചത് ഇങ്ങനൊരു വ്യക്തിയെ ആയിരുന്നല്ലോ എന്നാണ് ഇവളിപ്പോ ചിന്തിക്കുന്നത്. ഇവളിപ്പോ ശരിക്കും ചെകുത്താന്റെയും കടലിന്റെയും നടുക്കുവിട്ട അവസ്ഥയാണ്.
ഹാമിങ് ഒരിക്കലും ഇവൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നില്ല, അതുപോലെ തന്നെ ഇവളെ സ്നേഹിക്കാനും പോകുന്നില്ല. സോ ഇനി ഇവൾക്ക് മുന്നിൽ എന്താണ് എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഇവളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് ഷോട്ട് റെഡി ആയിട്ടുണ്ട്, എത്താൻ പറ്റോ എന്ന് ചോദിക്കാണ്. അതായത് ന്യൂസ് റീഡിങ്ങിനായിട്ട്. ഇവളും എത്താം എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങോട്ടേക്ക് വന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവള് ന്യൂസ് റീഡിങ്ങിനായിട്ട് കയറുന്നു. ഇവളുടെ ഉള്ളിൽ പല ഫീലിങ്സ് കടന്നു പോകുന്നുണ്ടെങ്കിലും പുറത്ത് അതൊന്നും പ്രകടിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് ന്യൂസ് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇവളുടെ മാനേജർ ആണെങ്കിൽ ഇവളോട് വന്ന് ഇവളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട്, ഷോയാൻ, നിന്റെ പെർഫോമൻസ് ദിവസം കഴിയും തോറും വളരെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നിന്നെ കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇന്നത്തെ മീറ്റിംഗില് നമ്മുടെ ലീഡർ ഉൾപ്പെടെ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ പല പോസ്റ്റിലോട്ടും നിന്നെ അടുത്ത ഹോസ്റ്റായിട്ട് നിയമിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു പോസ്റ്റിലേക്കൊക്കെ നീ എത്തുകയാണെങ്കിൽ നീ തീർച്ചയായും നിന്റെ കരിയറിന് നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളായിരിക്കും അതൊക്കെ എന്ന് പറയുമ്പോൾ ഇവളും ഇദ്ദേഹത്തിനോട് താങ്ക്സ് പറയുന്നു. സോ ഇവള് ഹോമിങ്ങുമായിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞാല് അല്ലെങ്കിൽ അവനെ വെറുപ്പിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞതൊക്കെ ഇവൾക്ക് നഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഇവളായിട്ട് ഇനി എല്ലാം ക്ഷമിച്ചു കൊടുത്തേക്കാം, ഇവളുടെ ഭാഗത്തും തെറ്റുള്ളതാണല്ലോ എന്ന് കരുതി ഹോമിങ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഫുള്ള് ഒരുങ്ങി ഇവന് വേണ്ടി ഡിന്നറും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇതിനു മുന്നേ ഇവരുടെ ലൈഫിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ വളരെ സ്നേഹത്തില് ഇവനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് വിളിക്കുന്നു. പക്ഷെ ഹോമിങ് ആണെങ്കിൽ അതൊക്കെ കണ്ട് ഇവളോട് ചെന്ന, എന്താ കാര്യത്തിലേക്ക് വാ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇവള്, ഞാൻ ഒരുപാട് ആലോചിച്ചു, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സമ്പത്തും കണക്ഷനും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ കൂടെ കൂടിയത്. അതിന്റെ എല്ലാ മേഖലകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഞാൻ കള്ളം പറയുന്നില്ല. ഞാനിപ്പോ നേടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്, എന്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഞാൻ തുടക്കത്തില് വലിയൊരു തെറ്റാണ് ചെയ്തത്. അതിനുവേണ്ടി ഞാനിപ്പോ ആത്മാർത്ഥമായിട്ട് തന്നെ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് ഒരു പ്രശ്നവും. പക്ഷെ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിച്ചതെന്ന് മാത്രം പറയരുത്. ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്, മറ്റെന്തിനേക്കാളും ഉപരി അതിലൊന്നും ഒരു ഫേക്ക് ഞാൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിച്ച് നമുക്ക് പഴയതുപോലെ ആയിക്കൂടെ, നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവനോട് ക്ലോസ് ആവാനായിട്ട് വരുന്നു. പക്ഷെ ഹോമിങ് ആണെങ്കിൽ, ഇപ്പോ നീ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ കരിയറിന് വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനിയും ജീവിക്കാം. നമ്മുടെ മ്യൂച്വൽ ബെനിഫിറ്റ്സിന് വേണ്ടി ജോലി സ്ഥലത്തും പബ്ലിക്കിന്റെ മുന്നിലും ഫാമിലിയുടെ മുന്നിലും നമ്മൾ രണ്ടുപേരും നമ്മുടെ റോള് നല്ല ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അതിന്റെ ഇടയിലോട്ട് ലവ് വേണോന്ന് ആവശ്യമൊന്നുമില്ല. നീ എന്റെ അടുത്ത് നിന്ന് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചെടുത്തോ. അതുപോലെ തന്നെ ഞാനും എനിക്ക് ആവശ്യമായിട്ടുള്ളത് നിന്റെ അടുത്ത് നിന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം. എനിക്കതിന് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ ഇവള്, അപ്പോ നിങ്ങളെ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോ ഹാമിങ്, എനിക്ക് മനസ്സിലായി, നീ അതിനു വേണ്ടി ഒരുപാട് എഫോർട്ട് ഇടണ്ട, നീ നന്നായിട്ട് തന്നെ ഇപ്പോ അഭിനയിക്കുന്നത്. ഒരു വട്ടം നിനക്ക് എന്നെ പറ്റിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇനി അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ഇരുന്ന് കഴിക്ക് എന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ സങ്കടം താങ്ങാനാവുന്നില്ല. ഇവനോടൊപ്പം ഒരു ലൈഫ് പ്രതീക്ഷിച്ചാണല്ലോ ഇപ്പൊ എല്ലാം തുറന്നു പറഞ്ഞ് വീണ്ടും ഒരു ലൈഫിന് വേണ്ടി ക്ഷമ ചോദിച്ചത്. പക്ഷെ ഹോമിങ് ഇവളെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ ഇത്രയും നാളും കള്ളം പറഞ്ഞപ്പോ എല്ലാവരും ഇവളെ വിശ്വസിച്ചു. പക്ഷെ താനിപ്പോ ആദ്യമായിട്ട് സത്യം തുറന്ന് പറയുമ്പോ ഈ ലോകത്ത് ഇവളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി പോലും ഇവളെ വിശ്വസിക്കുന്നില്ല. ചിലപ്പോ ഞാൻ പറഞ്ഞുപോയ ഒരൊറ്റ കള്ളത്തിന്റെ പേരിലുള്ളതായിരിക്കും ഇപ്പൊ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നതൊക്കെ. ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, എന്റെ പ്രവൃത്തിയുടെ ഫലമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് വളരെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടാണ് അവനോടൊപ്പം ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവന്റെ ആ ഒരു ന്യൂ ഡിസ്ട്രിക്ട് പ്രോജക്ടിന്റെ ഇനാഗ്രേഷൻ ഡേ ആണ്. ഷോയാനും ഇവനോടൊപ്പം ഇവന്റെ വൈഫ് എന്ന രീതിയിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ അവൾ അത്ര നല്ല മൂഡിലോ സന്തോഷത്തിലോ ഒന്നും തന്നെയല്ല ഇവനോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹോമിങ് അത് ശ്രദ്ധിച്ചിട്ട് ഇവളോട്, ഒന്ന് ചിരിക്ക്, ഇത്ര ബലം പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവളും ചിരിക്കുന്നു. ഇവളും ആ ഒരു ഫേക്ക് സ്മൈല് കൊടുത്ത് തന്നെ ഇവനോടൊപ്പം ഇനാഗ്രേഷന്റെ ചടങ്ങുകളിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. അതിനുശേഷം മീഡിയാസ് ആണെങ്കിൽ ഇവരോട് രണ്ടുപേരോടും, അല്ല, നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിന്റെ രഹസ്യം എന്താണ്? നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഇത്ര നല്ല ബോണ്ടിങ്ങിൽ ഇരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ പരസ്പരം ഇത്രയും സപ്പോർട്ട് ചെയ്തു പോകുന്നത്? എന്താണ് അതിന്റെ രഹസ്യം എന്ന് ചോദിക്കുന്നു. അതായത് ഇവരുടെ രണ്ടുപേരുടെയും കരിയർ ഇപ്പോൾ നല്ല രീതിയിൽ സക്സസ് ആയി മുന്നോട്ട് പോകുന്നവരാണല്ലോ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മീഡിയാസ് ഇവരോട് ചോദിക്കുന്നത്. പക്ഷെ ഷോയാൻ ആണെങ്കിൽ ആ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. സോ ഹാമിങ് തന്നെ, എന്റെ വൈഫാണ് എന്റെ ബലം, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ കിട്ടിയതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വൈഫിനെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. സോ അവന്റെ ആ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവര് ഹസ്ബൻഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാണ്. സോ ഇവള് പെട്ടെന്നൊരു മറുപടി പറയുന്നില്ല. കുറേ സമയം ആലോചിച്ചിട്ട് ഇവനെ നോക്കിയിട്ട് ഇവനെ കുറിച്ചും പൊക്കി സംസാരിക്കാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ ലൈഫിൽ കണ്ടുമുട്ടിയത് എന്റെ ഭാഗ്യമാണ്. എല്ലാം കൊണ്ടും ഞാൻ ഇപ്പോൾ സംതൃപ്തിയാണ്. പുള്ളി എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്നെ വിശ്വസിക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഹസ്ബൻഡിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മളെ ചെറിച്ച് ചെയ്യുന്ന ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഫിസിക്കലി ആൻഡ് മെന്റലി ഒക്കെ വളരെയധികം സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. സോ ഹാമിങ് ആണെങ്കിൽ ഇവളോട്, ഇന്നത്തെ നിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു,
നീ ഭയങ്കര ഹാർഷായിട്ടും ഒരു സ്മൈൽ പോലും ഇല്ലാതെയാണ് ഇന്ന് ഫുള്ള് സംസാരിച്ചത്. ഇനിയെങ്കിലും ഇതുപോലെ ആവർത്തിക്കരുത്. നീ നല്ലതുപോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിനക്ക് സ്ഥിരമായിട്ട് ന്യൂസ് ആങ്കർ പൊസിഷനിൽ ഇരിക്കാം എന്ന് പറയുമ്പോൾ ഇവളും താങ്ക്സ് മിസ്റ്റർ ഹോമിംഗ് എന്ന് പറയാണ്. അപ്പോഴേക്കും ഫാങ് ആണെങ്കിൽ ഇവന് മെസ്സേജ് അയച്ചോ നമുക്കൊന്ന് കണ്ടാലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ തുടങ്ങുമ്പോൾ ഇവന് കോൾ വരുന്നു. ഹാൻ ആണ് വിളിക്കുന്നത്. ഹോമിങ്ങും ഫോൺ എടുക്കുമ്പോൾ ഹാൻ ഇവനോട് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇവള് സൂയിസൈഡ് ചെയ്യുന്നൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോ ഹോമിങ്ങോ ഞാനിപ്പോ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഷോയാൻ ഇവനോട് നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്നോട് ഒരു ചോദ്യങ്ങളും ചോദിക്കണ്ട, ഞാൻ പറയാൻ തോന്നുന്ന കാര്യം പറയും, വേറെ ഒന്നിലും നീ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് പോവാണ്. അവൻ ഫുള്ളായിട്ട് ഇവളെ അവോയ്ഡ് ചെയ്യുകയാണ്. സോ അതിനുശേഷം ഇവൻ നേരെ വരുന്നത് ഫാങ്ങിന്റെ അടുത്താണ്. ഇവളാണെങ്കിൽ ഇപ്പോ കൈ മുറിക്കും, ഞാൻ ഇപ്പൊ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഹോമിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഒരു ചെയർ എടുത്ത് അവിടെ ഇട്ടിട്ട് അതിലിരുന്നിട്ട് നീ സ്വയം മരിക്കാൻ പോവാണല്ലേ, ശരി ആയിക്കോട്ടെ പെട്ടെന്നാവട്ടെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങളെ എന്നെ ഇതിന് പ്രേരിപ്പിക്കരുത്, നിങ്ങളെ ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ തരില്ല, ഇപ്പൊ എന്തിനാ പിന്നെ വന്നത്, നിങ്ങളപ്പോ എന്നെ പേടിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ നീ അല്ലേ ഷോയാനോട് ഹോസ്റ്റിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്, അതുകൊണ്ട് നീ ഇപ്പൊ മരിക്കുന്നത് തന്നെയാ നല്ലത്, നീ അത് അർഹിക്കുന്നുണ്ട് എന്ന ഒരു കണ്ണിച്ചോരയില്ലാണ്ട് പറയാണ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ അത് ചെയ്യാനാവുന്നില്ല. കാരണം ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. സോ ഹാമിങ് ഇവളോട് നീ ഇനി ന്യൂ ഡിസ്ട്രിക്ട് പ്രോജക്ടിന്റെ കാര്യത്തിൽ ഇടപെടണ്ട, പ്രോജക്ടിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വേണ്ട, ഓഫീസിലേക്കും വരണ്ട, ജോലി ഹാൻഡ് ഓവർ ചെയ്തേക്ക്, നിന്റെ ബോണസും കോമ്പൻസേഷനും ഒക്കെ ഫുൾ ആയിട്ട് തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവളാണെങ്കിൽ താൻ അതിന് പിന്മാറില്ല എന്ന് പറയുന്നത്, പക്ഷെ ഹോമിങ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഹാൻ ആണെങ്കിൽ ഇവളോട് നാടകം തീർന്നോ, കുഴപ്പമില്ല, എനിക്ക് ഓവർ ടൈം വർക്ക് എടുക്കേണ്ടി വരും, സാരമില്ല ഞാൻ ശമ്പളം വാങ്ങിച്ചോളാം, പിന്നെ നിനക്ക് ആരെങ്കിലും പരിചയപ്പെടണമെങ്കിൽ ഈ അടുത്ത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള നിനക്ക് പറ്റിയ ആൾക്കാരെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് അവരുടെ കോൺടാക്ട് ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ ഇവനാണെങ്കിൽ വട്ടി പിടിച്ച് ഇവനോട് നിനക്ക് നാണല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ലിൻ ആണെങ്കിൽ യുവിനെ കാണാനായിട്ട് അവന്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് യുവിനോട് ഒരു പേഷ്യന്റിന്റെ പാരന്റ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യു ആണെങ്കിൽ ഇവരുടെ മകന്റെ സർജറിക്ക് 2-3 മണിക്കൂർ മാത്രമേ ആവശ്യമായിട്ട് വരൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ സർജറി ആണെങ്കിൽ കുറച്ച് അധികം മണിക്കൂർ തന്നെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവരുടെ കുട്ടിയെ ബാധിച്ചിട്ടുണ്ട്, എന്റെ മകൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിപ്പോ പ്രശ്നം ഉണ്ടാക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ലിൻ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവള് ഈ ഒരു പാരന്റിനെ വിളിച്ചോണ്ട് വന്നിട്ട് മാഡം ഒരു ഡോക്ടർ ഒരു സർജറി നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വേണമെന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ളതാവില്ല, സാഹചര്യം കൊണ്ടായിരിക്കും, അല്ലാത്ത പക്ഷം അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ മകന്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നതെന്ന്, പക്ഷെ ആ ഡോക്ടർ നിങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിക്കാൻ തന്നെയല്ലേ ശ്രമിച്ചത്, ഇപ്പൊ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ലല്ലോ, എന്തായാലും നിങ്ങൾക്ക് ഇതിന് പൈസയും കാര്യങ്ങളൊക്കെ ഒരുപാട് ആയിട്ടുണ്ടാവും എനിക്കറിയാം, ഞാനത് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവർക്ക് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ഇവർക്ക് നല്ല ദേഷ്യം വരെയാണ്. സോ ഇവളോട് ഇതൊക്കെ ചെയ്യാനും പറയാനും നീ അയാളുടെ ആരാണ് എന്ന് ചോദിക്കുന്നു. ആദ്യം ഇവൾക്കൊരു മറുപടി കിട്ടുന്നില്ല, പക്ഷെ ഇവളാണെങ്കിൽ അവന്റെ വൈഫാണ് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവന്റെ സീനിയർ ആണെങ്കിൽ ഇവനോട് വന്നിട്ട് നിന്റെ വൈഫ് കൈക്കൂലി കൊടുത്ത് ആ പാരന്റിനെ ഒതുക്കാൻ നോക്കുകയാണോ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വിചാരിക്കുന്നത്, എന്തിനാ നിന്റെ വൈഫിനോട് ഈ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത്, ആ പേഷ്യന്റിന്റെ അമ്മ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇതെങ്ങാനും മുകളിലോട്ട് റിപ്പോർട്ട് പോയാലോ എന്താവും അറിയാലോ, നീ പറഞ്ഞിട്ടാണോ നിന്റെ വൈഫ് എങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഇവൻ വൈഫോ, ഏത് വൈഫ്, ഞാൻ അതിന് കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ സിംഗിൾ ആണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ എനിക്കറിയില്ല, പിന്നെ ഈ അടിക്കടി നിന്നെ കാണാൻ വരുന്ന ഒരു പെൺകുട്ടിയില്ലേ അവളാണ് ഇതൊക്കെ ഒപ്പിച്ചത് എന്ന് പറയുമ്പോൾ യുവിന് ആളെ മനസ്സിലായിട്ട് ഇപ്പൊ നേരെ ലിനിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവനോട് ഇവള് കാരണം പ്രശ്നം ഗുരുതരമായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ കാരണം നിങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് പണിഷ് ചെയ്യോ, എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഞാൻ നിന്നോട് ക്ഷമിക്കണോ, എങ്കിൽ എന്റെ കൂടെ വരാനായിട്ട് പറഞ്ഞിട്ട് ഇവളെ വിളിക്കുമ്പോൾ ഇവളെ നല്ല ടെൻഷനിലാണ് അവനോടൊപ്പം ചെല്ലുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ ഇവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവളുടെ പൈസയ്ക്ക് ഐസ്ക്രീം വാങ്ങിപ്പിക്കുന്നു. എന്നിട്ട് ചിരിക്കുമ്പോൾ ഇവളും ഇത്രയുള്ളോ, എന്നോട് ക്ഷമിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ, നീ എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നില്ലേ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, അതുകൊണ്ട് മാത്രമല്ല എനിക്ക് നിന്നോട് താങ്ക്സ് പറയണം എന്ന് പറയുന്നു. അതായത് ഇവള് ആ ഒരു സർജറി നീണ്ടുപോയതിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറിന് കുഴപ്പമൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ മനസ്സ് മാറ്റിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. സോ അങ്ങനെ ചില കാര്യങ്ങൾ ഇവള് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു ലേഡി ആണെങ്കിൽ ഇവനെതിരെ കംപ്ലൈന്റോ കാര്യങ്ങളോ കൊടുക്കാനൊന്നും പോയിട്ടില്ല. ഇവന്റെ വൈഫിന്റെ ഇടപെടൽ കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇവള് ആ ഒരു സ്ത്രീ എന്നോട് നിങ്ങളുടെ ആരാന്ന് ചോദിച്ചപ്പോ എനിക്ക് പറയാനൊരു മറുപടി കിട്ടിയില്ല, അതാ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവനും ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളോട് ഫസ്റ്റ് ടൈം ഒരു ഇംപ്രഷൻ തോന്നുകയാണ്. ഇവനെ ഒരു ആപത്തുഘട്ടത്തിൽ സഹായിക്കാൻ നോക്കിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കണക്ഷൻ അവിടെ സ്റ്റാർട്ട് ആവുകയാണ് യുവിന് ലിനിനോട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഷോയാനാണെങ്കിൽ ഹോമിങ്ങിനോടൊപ്പം ഒരു ലേലം പോലത്തെ പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫാങ്ങും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഷോയാനാണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് ഫാങ്ങിനോട് സംസാരിക്കുന്നത്. ഇവളെ പിടിച്ച് അടുത്തിരുത്തുന്നു, ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഒരു ദേഷ്യവും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിലാണ് ഷോയാൻ ഫാങ്ങിനോട് നിൽക്കുന്നത്. അത് ഫാങ്ങിനും വിശ്വസിക്കാനാവുന്നില്ല, അതുപോലെ തന്നെ ഹോമിങ്ങിനും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോമിങ് ഫാങ്ങിനോട് പുറകിലെങ്ങാനും പോയിരിക്കാനായിട്ട് പറയുന്നു.
ഇവളും ശരി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഷോയാനാണെങ്കിൽ അവളെ വിടുന്നില്ല. നീ ഇവിടെ തന്നെ ഇരുന്നാ മതി എന്ന് പറയാണ്. എന്നിട്ട് അവർ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ ഷോയാനാണെങ്കിൽ ഫാങ്ങിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം അവര് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഡയമണ്ട് റിംഗ് ആണ് ലേലത്തിന് വെച്ചേക്കുന്നത്. എല്ലാവരും ലേലം വിളിയും സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് 60,000 രൂപയിലാണ് തുടങ്ങുന്നത്. അങ്ങനെ എല്ലാവരും അതിൽ നിന്ന് മുകളിലോട്ട് വിളിച്ചു പോവാണ്. അതിനിടയ്ക്ക് ഷോയാനും 1 മില്യൺ വിളിക്കാണ്. പക്ഷെ അതിലും കൂടുതലായിട്ട് ആളുകൾ 12 ലക്ഷം 16 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളാണെങ്കിൽ വീണ്ടും കൈവക്കിയിട്ട് എല്ലാവർക്കും മുന്നേ 3 മില്യൺ കയറ്റി വിളിക്കാണ്. അത് കണ്ട് ഹോമിങ് വരെ ഷോക്കാവുന്നു. കാരണം ആരും അതിന്റെ അടുത്തോട്ട് എത്തിയിട്ടില്ല. പക്ഷെ ഇവൾ ഒരു ഹൈ എമൗണ്ട് ആണ് കയറ്റി വിളിച്ചേക്കുന്നത്. ഇവള് വിളിക്കുന്നുണ്ടെങ്കിലും ഇവള് കൊടുക്കുന്നത് ഹോമിങ്ങിന്റെ പൈസ ആണല്ലോ. സോ അവനിട്ട് ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം.